ഹലോ കുട്ടീസ്, ഫാമിലി വ്ളോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ അരി ആദ്യമേ തിളപ്പിച്ചിറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തലേന്ന് തിളപ്പിക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ എണീറ്റതെല്ലാം അങ്ങ് തിളപ്പിച്ച് വെച്ചു. ഇനി നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് പാവയ്ക്ക തോരൻ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ കുറച്ച് ശകലം ചിക്കൻ ഇരിപ്പുണ്ട്. അതൊന്ന് പെരട്ട് പോലെ ആക്കണം. പിന്നെ മോരും ചമ്മന്തി. ആദ്യം തേങ്ങയൊക്കെ അങ്ങ് തിരിങ്ങി വെച്ചു. തലേന്ന് മാവ് ആട്ടിയതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇഡ്ഡലി ആക്കണം. ഇഡ്ഡലി തട്ടൊക്കെ വെച്ചു. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി തട്ട് എണ്ണയൊക്കെ തേച്ച് വെക്കണം. അതവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് മലക്കറി എല്ലാം ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയും പിന്നെ ചിക്കൻ ആവശ്യമുള്ള സവാളയും പാവയ്ക്കയും വെണ്ടയ്ക്കയും എല്ലാം അരിഞ്ഞ് പറക്കി അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ച് ഇഡ്ഡലി മാവൊക്കെ കോരി ഒഴിക്കണം. അതൊക്കെ അവിടെ നിന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്കയും പാവയ്ക്കയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ. പിന്നെ ഇരുമ്പിട്ടിയിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് ആ സവാളയൊന്ന് വഴട്ടിയെടുക്കണം. ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ടുള്ള അതെല്ലാം ഒന്ന് വരണ്ടിട്ട് വരുമ്പോഴത്തേക്കും നോക്കിയപ്പം ചിക്കൻ്റെ തണുപ്പൊന്നും വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും ചിക്കനുള്ള ആ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വരട്ടി മസാലയൊക്കെ ഒന്ന് നമുക്ക് ആക്കി വെച്ചിരുന്നാൽ പിന്നെ അതെടുത്ത് ആക്കാം. ബാക്കി കുറച്ച് പാവയ്ക്കയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചമ്മന്തി ആട്ടോ അരയ്ക്കാൻ പോകുന്നത്. ചമ്മന്തിക്കകത്ത് ആവശ്യമുള്ള തേങ്ങയും മുളക് പൊടിയും ഉള്ളിയെല്ലാം ഇട്ടൊന്ന് അരച്ചെടുത്തു. ഇനി മോര് കാച്ചണം. മോര് കാച്ചാനുള്ള തേങ്ങയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള മുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടൊന്ന് മോര് കാച്ചാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലിക്കുള്ള ചമ്മന്തി അരയ്ക്കണം. അതും തേങ്ങയൊക്കെ ഇട്ട് ഉള്ളി അതെല്ലാം അരച്ചിട്ട് അരച്ചെടുക്കുക നന്നായിട്ട്. അങ്ങനെ ഇനി മോര് കാച്ചി ഒന്ന് ചൂടാക്കണം. ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ചിക്കൻ പുരട്ടാനുള്ള ഉള്ളിയുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് മോരെല്ലാം കാച്ചി വെച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. ഇനി കടുക് വറക്കണം മോരിനും. അപ്പം വേറൊരു കുഞ്ഞ് ഇരുമ്പട്ടിയൊക്കെ വെച്ചിട്ട് ആദ്യമേ കടുക് വറുത്ത് കുറച്ച് മോര് കാച്ചിനകത്തോട്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനകത്തോട്ട് ഞാൻ ചമ്മന്തിക്കുള്ള അരപ്പ് ഒഴിച്ചിട്ട് റെഡിയാക്കി അതൊഴിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ്റെ തണുപ്പൊക്കെ വിട്ട് വന്നു. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ പുരട്ടിനുള്ള അരപ്പൊക്കെ വെച്ചതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനൊക്കെ ഇട്ടു നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു ഇത്തിരി ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതുകൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവുന്ന നല്ലതായിട്ടൊന്ന് പുരട്ടി എടുക്കണം. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് എനിക്ക് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കയറി ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. മോളും അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി. നല്ല ചിക്കൻ പുരട്ടും പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ പാവയ്ക്കത്തോരൻ, മോര് കാച്ചിയത്, പിന്നെ ചമ്മന്തി. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ കുഞ്ഞ് കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.